വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 1st ജൂൺ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 3rd ജൂൺ മുതൽ 7th ജൂൺ വരെയുള്ള വീക്കാണ്. എന്തായാലും കഴിഞ്ഞ വീക്കിലും നിഫ്റ്റി ഒരു പുതിയ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 23,110 ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കാണുന്നത് നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ കഴിഞ്ഞ വീക്കിലും നിഫ്റ്റി വീണ്ടും ഒരു അപ് ട്രെൻഡിനെ കണ്ടിന്യൂ ചെയ്ത ഒരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തു. അതേസമയം ഈ ഒരു നിഫ്റ്റിയുടെ കണ്ട അതേ ബുള്ളിഷ്നെസ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും കണ്ടിരുന്നില്ല. അവിടെ ഒരു കറക്ഷനാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ്. 51,705 ഒരു കറക്ഷനോടുകൂടിയാണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സോടെ നോക്കാം നമുക്ക്. അതും ഒരു കറക്ഷനിലൂടെ വന്ന് താഴെ 16,696 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോഷണലായിട്ടുള്ള ലോസുകൾ പല പോർട്ട്ഫോളിയോകളും കാണിക്കുന്നുണ്ടായിരിക്കും. കാരണം സ്റ്റോക്കുകൾ കഴിഞ്ഞ മാസത്തിലൊക്കെ പല സ്റ്റോക്കുകളിലും ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശരിയായ രീതിയിലുള്ള ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുള്ളായിട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ബോറിംഗ് ആയിട്ടുള്ള പീരിയഡ്സ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞ 2-3 മാസം നോക്കുകയാണെങ്കിൽ ഒരു ബോറിംഗ് പീരിയഡ് തന്നെയായിരുന്നു എന്ന് പറയാം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അത് ഇതൊരു ഈ ഒരു ഇൻവെസ്റ്റിംഗ് ലൈഫിൽ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയം മാത്രമല്ല ഉണ്ടാവുക, ചിലപ്പോൾ ബോറിംഗ് ആയിട്ടുള്ള പീരിയഡിൽ വളരെ പേഷ്യൻസോടുകൂടി നിൽക്കുന്നവരാണ് പ്രോഫിറ്റ് നേടുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ഇലക്ഷൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 10 കൊല്ലത്തെ ആ ഇലക്ഷന് ശേഷമുള്ള മാർക്കറ്റ് കണ്ടീഷൻസിൽ നോക്കുകയാണെങ്കിലും ആ പീരീഡിലും അതിന് ശേഷം ഈ ഡിമോട്ടൈസേഷനും അതുപോലെ GST ഇംപ്ലിമെൻറ്റേഷനും ഇതുപോലെയൊക്കെയുള്ള പല മാർക്കറ്റിന് ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി എന്നുണ്ടെങ്കിലും അതിനുശേഷം ഈവൻ നമ്മൾ കോവിഡിൻ്റെ ആ പീരീഡിലും ഒക്കെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തവർ മാത്രമാണ് പ്രോഫിറ്റ് നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ബോറിംഗ് പീരിയഡിലും അവരുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല സ്റ്റോക്കുകളെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ഹോൾഡ് ചെയ്യുന്നവരാണ് പിന്നീട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ഇന്ന് 1-ാം തീയതി ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എക്സിറ്റ് പോൾസിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ടാണ്. എന്തായാലും നമുക്ക് എക്സിറ്റ് പോൾസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉള്ളതാണ്. ഇപ്പോൾ ഈ സാറ്റ മാർക്കറ്റിലെല്ലാം ഇപ്പോഴത്തെ റൂളിംഗ് ഗവൺമെൻറ് ഒരു 320+ സീറ്റ്സ് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷനാണ് ഉള്ളത്. ഈ സാറ്റ മാർക്കറ്റിന് ആക്ച്വലി എക്സിറ്റ് പോൾസിലേക്ക് ഓൾറെഡി ഒരു എൻട്രി ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു 320 സീറ്റ്സ് പ്ലസ് കിട്ടും എന്നുള്ള രീതിയിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് അതുപോലെയുള്ള രീതിയിലുള്ള ബെറ്റിങ്സ് നടക്കുന്നത്. അതുതന്നെയല്ല, മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും വലിയ കറക്ഷനൊന്നും ഇല്ലാതെ മുകളിൽ ട്രേഡ് ചെയ്തിരുന്നതും അത് ആ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് മാർക്കറ്റിനുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും എക്സിറ്റ് പോൾസിനെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമാണ് അതിന് ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലൊരു റിയാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. കാരണം ചൊവ്വാഴ്ച റിയൽ റിസൾട്ട് വരികയാണ് നമുക്കറിയാമല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം എക്സിറ്റ് പോൾസിന് നമ്മളധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ റിയൽ റിസൾട്ട് ചൊവ്വാഴ്ച വരട്ടെ. ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇപ്പോഴത്തെ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ തന്നെയാണ് മാർക്കറ്റിന് പോസിറ്റീവായിരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ അഫിലിയേഷൻ എന്തായാലും മാർക്കറ്റിന് പോസിറ്റീവ് ആയിരിക്കുക. ഇപ്പോഴത്തെ പോളിസീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണെങ്കിലാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പോഴത്തെ ഈ സാറ്റ മാർക്കറ്റിൻ്റെ റിയാക്ഷൻസിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം നമ്മൾ ഈ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഇന്ത്യയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെബിളായിട്ട് നിൽക്കുകയായിരുന്നു അവരുടെ ഔട്ട്ലുക്കിനെ പോസിറ്റീവിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിലുണ്ടായിട്ടുള്ള ക്വാളിറ്റിയും
അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനും ബേസ് ചെയ്തുകൊണ്ടാണ് അവരത് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഫ്രൈഡേയിൽ വന്ന ഡാറ്റ ആയിട്ടുള്ള GDP-യുടെ കഴിഞ്ഞ മാർച്ച് പീരീഡിൽ, ജനുവരി മാർച്ച് പീരീഡിലുള്ള GDP ഡാറ്റ വന്നപ്പോൾ 7.8% ആണ് കഴിഞ്ഞ 3 മാസത്തിൻ്റെ GDP ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 23-24 എന്നുള്ള ഇയറിലെ GDP ഗ്രോത്ത് വന്നിട്ടുള്ളത് 8.2% ആണ്. അതൊരു ഹ്യൂജ് ഗ്രോത്താണ് നമ്മൾ GDP-യുടെ കാര്യത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് GDP, GST-യിൽ വന്നിട്ടുള്ള ഗ്രോത്തും ഈ കളക്ഷനിൽ വന്നിട്ടുള്ള ഗ്രോത്തും 2 lakh crores-ലധികമാണ് GST നമ്മൾ കഴിഞ്ഞ മാസത്തിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് മാത്രമല്ല, നമ്മളേറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിന് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എക്കണോമിക് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഗ്രോത്തും ഇതുപോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കണ്ടിന്യൂ ചെയ്യുക. അതേസമയം ഇതുപോലെയുള്ള നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ദിവസം പലരും എന്നെ അടുത്ത് വിളിച്ചിരുന്ന് പലരും ചോദിക്കുകയുണ്ടായി, പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു നല്ല ഇൻവെസ്റ്റർ ആണെങ്കിൽ ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള എക്കണോമിക് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇലക്ഷൻ നടക്കുന്നതിന് ഒരു അൺസർട്ടനിറ്റിയുടെ റിസ്ക് നമ്മൾ എടുക്കുക. അതിൻ്റെ റിട്ടേൺ നമുക്ക് എന്തായാലും വരുന്ന വർഷങ്ങളിൽ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കഴിഞ്ഞ 2-3 മാസം നമ്മൾ വളരെ ഒരു സൈലൻ്റായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു പീരീഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രോഫിറ്റ് നേടാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുന്നൊരു കാര്യമാണ്, ചില സമയത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് ട്രേഡേഴ്സ് ആകാനായിട്ടുള്ള, സ്പെക്കുലേറ്റേഴ്സ് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതിനെ എന്തായാലും കൺട്രോൾ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ അടുത്തൊരു 1 ഇയറിലോ അല്ലെങ്കിൽ 2 ഇയറിലോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റ് നേടുന്ന ഒരാൾ പക്ഷേ ചെറിയൊരു പീരീഡിലേക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വിചാരിച്ചുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങളുടെ ക്യാപിറ്റലിൽ വലിയൊരു പോർഷൻ ലോസായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അടുത്ത വീക്കിൽ കുറേയധികം ഇവൻറ്റ്സ് ഉള്ളൊരു ആഴ്ചയാണ്. നമുക്കറിയാം, ഇത് മൺഡേ എക്സിറ്റ് പോളിൻ്റെ റിഫ്ലക്ഷൻ മാർക്കറ്റ് വരുമെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ റിയൽ റിസൾട്ടിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. അതേസമയം 5th മുതൽ 7th വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് വരുന്നത്. അതുകൊണ്ട് 7th RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റേറ്റ് ഡിസിഷൻസും വരുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റേറ്റ്സ് അതേപോലെ നിലനിർത്തുമെന്ന് തന്നെയാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ മാസത്തിലെ ഫ്യൂച്ചേഴ്സിൻ്റെ റോൾ ഓവർ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റോൾ ഓവർ അധികം നടന്നിരിക്കുന്നത് 69% ഫ്യൂച്ചേഴ്സ് റോൾ ഓവർ ഡാറ്റ പ്രകാരം 69% മെയ് മന്തിൽ നിന്ന് ജൂൺ മന്തിലേക്ക് റോൾ ഓവർ ചെയ്തിരിക്കുന്നത്. ഇത് മെയ് മന്തിലെ 65% റോൾ ഓവറിനേക്കാളും ഉയരെയാണ്. അതുപോലെ തന്നെ 3 months ആവറേജ് ആയിട്ടുള്ള 68%-നാലും മുകളിലാണ് റോൾ ഓവർ നടന്നിട്ടുള്ളത്. അപ്പോൾ അതേസമയം കൂടുതൽ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിഫ്റ്റിയിൽ ഷോർട്ട് പൊസിഷൻസാണ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രേഡേഴ്സ് ബുള്ളിഷ് പൊസിഷൻസാണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ബെയറിഷ് ബെറ്റ്സാണ് മെയ് മന്തിൽ നിന്നും ജൂൺ മന്തിലേക്ക് റോൾ ഓവർ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ റോൾ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു 67% റോൾ ഓവറാണ് മെയ് മന്തിൽ നിന്ന് ജൂൺ മന്തിലേക്ക് വന്നിട്ടുള്ളത്. ഇത് പക്ഷേ 3 months ആവറേജ് വരുന്ന 74%-ൽ നിന്നും താഴെയാണ് ഡാറ്റ വന്നിട്ടുള്ളത്. അതേസമയം പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ബുള്ളിഷായിട്ടുള്ള റോൾ ഓവർ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ബുളിഷായിട്ട് അടുത്ത മാസം ട്രേഡ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേസമയം നമുക്ക് IT സ്റ്റോക്സിൽ ഒരു എന്തായാലും ഒരു ബെയറിഷ് ആയിട്ടുള്ള റോൾ ഓവർ ഡാറ്റകളാണ് വന്നിട്ടുള്ളത്. അത് ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റുകളുടെ വീക്ക്നെസ് കൊണ്ടായിരിക്കും IT സെക്ടറിലൊരു റോൾ ഓവർ ഇതുപോലെ നടന്നിട്ടുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോടും നമ്മുടെ ക്ലയൻസിനോടും ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളൊരു മെസ്സേജ്, ഈ ഇലക്ഷൻ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും മാർക്കറ്റിന് ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളതും, അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നല്ലൊരു രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് അതിന് ശേഷം നടക്കുകയും മാർക്കറ്റ് ഒരു 24,742 എന്നുള്ള ലെവലിലേക്ക് ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം മൂവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള നമ്മുടെ റെക്കമെൻഡേഷൻസ് വളരെ നല്ല കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യുക. അതെല്ലാം നമുക്കിനി അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു 10 മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ഡിവിഡൻഡ് ഈൽഡ് ഹയറായിട്ട് നൽകുന്ന 10 മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു വ്യൂവർ ചോദിക്കുകയുണ്ടായി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളല്ലാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഡിവിഡൻഡ് ഈൽഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറയാമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളൊരു 3-4 ഇതുപോലെയുള്ള നല്ല സ്റ്റോക്കുകൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനി ഒരു വർഷത്തിൽ നൽകുന്ന ഡിവിഡൻഡിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിലുണ്ടാകുന്ന അതിൻ്റെ പ്രൈസിലുള്ള മൂവ്മെൻറ്റിൽ ലഭിക്കുന്ന പ്രോഫിറ്റിനെ അതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന അഡീഷണലായിട്ട് ലഭിക്കുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിഡൻഡ് ഈൽഡ് ആയിരിക്കും ഓരോ വർഷവും ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിവിഡൻഡ് കൂടുതൽ ലഭിക്കുന്നതിനും എല്ലാ വർഷവും കൂടുതൽ ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെഗുലറായിട്ട് റിട്ടേൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ ഉള്ള കമ്പനികളെ വളരെ നല്ല രീതിയിൽ റിസർവ് ഉള്ളതും ഡെറ്റ് ഫ്രീയും ഒക്കെ ആയിട്ടുള്ള കമ്പനികളിൽ നിന്നായിരിക്കും അങ്ങനെ കൂടുതൽ നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് ലഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ നോക്കാം. അതിലൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് കോൾ ഇന്ത്യ എന്നുള്ള കമ്പനി. ഇതൊരു ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനിയും അതുപോലെ തന്നെ സിംഗിൾ ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസറാണ് വേൾഡിൽ തന്നെ കോൾ ഇന്ത്യ എന്നുള്ളത്. കോൾ ഇന്ത്യ 2010 മുതൽ കൺസിസ്റ്റൻ്റ്ലി ഡിവിഡൻഡ് പേ ചെയ്യുന്നൊരു കമ്പനിയാണ്. കറണ്ട് ഡിവിഡൻഡ് ഈൽഡ് 5.32% ആണ് കോൾ ഇന്ത്യയുടെ ഡിവിഡൻഡ് ഈൽഡായിട്ട് നിൽക്കുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ബാൽമറൽ ലോറി ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള കമ്പനി. ബാൽമറൽ ലോറി ഒരു ഗവൺമെൻറ് എൻ്റർപ്രൈസാണ്. ഈ കമ്പനിക്ക് മേജർ സ്റ്റേക്ക് ഈ ബാൽമറൽ ലോറി ആൻഡ് കമ്പനി എന്നുള്ള ആ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ് ബാൽമറൽ ലോറി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള കമ്പനിക്ക്. ഇത് കമ്പനി അതിൻ്റെ സബ്സിഡികളും എല്ലാം എൻഗേജ് ചെയ്തിരിക്കുന്നത് പാക്കിംഗ് ഗ്രീസസ്, ലൂബ്രിക്കൻസ്, ലെതർ കെമിക്കൽസ് എന്നീ ബിസിനസ്സുകളിലൊക്കെയാണ് ഇവർ എൻഗേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കമ്പനിയും കൺസിസ്റ്റൻ്റ്ലി ഡിവിഡൻഡ് പേയിങ് ആണ്. അതുപോലെ ഇപ്പോഴത്തെ കറണ്ട് ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 4.62% ആണ്. അതുപോലെ മറ്റൊരു ഡിവിഡൻഡിന് വേണ്ടി നമുക്ക് ഹയർ ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് ലഭിക്കുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് ONGC ആണ്. ONGC നമുക്കറിയാം ലാർജസ്റ്റ് ക്രൂഡ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലുള്ളത്. ഈ ONGC അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ്ലി ഡിവിഡൻഡ് പേയിങ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ഡിവിഡൻഡ് ഈൽഡ് എടുക്കുകയാണെങ്കിൽ 3.98% ആണ് കറണ്ട് ഡിവിഡൻഡ് ഈൽഡ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയാണ് CESC എന്ന് പറയുന്ന കമ്പനി. ഇന്ത്യയിൽ ഫസ്റ്റ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി കമ്പനിയാണ് വിത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വെഞ്ചേഴ്സിലെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനിയാണ്. CESCയുടെ ഡിവിഡൻഡ് ഈൽഡ് 3.2% ആണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് ഡിസ്കസ് ചെയ്ത ഫിനോലെക്സ് കേബിൾസ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തത് 1282 നിന്നും ഒരു മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ
അടുത്ത റെസിസ്റ്റൻസ് ആയ 1420 വരെ മൂവ് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 1420ക്ക് മുകളിലേക്ക് മൂവ് ചെയ്തത് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ മറ്റ് ഒരു നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ടെക്നിക്കൽ പിക്ക് ആയിരുന്നത് അദാനി പവറാണ്. നമ്മൾ ആ സ്റ്റോക്കിന് 707 മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ 780 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. ഫ്രൈഡേയിൽ അഡാനി പവർ മോർ ദാൻ 10% ഒരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ 790 ലെവലിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. എന്തായാലും ഈ രണ്ട് സ്റ്റോക്സുകളും വിതിൻ 1 വീക്ക് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഇമാമി എന്നുള്ള കമ്പനി, ഇമാമി ലിമിറ്റഡ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 148.9 ക്രോസിൻ്റെ പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 3.1% പ്രോഫിറ്റിൻ്റെ ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 891.24 ക്രോർസിൻ്റെ വന്നിട്ടുണ്ട്. അതും 6.6% ഗ്രോത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇമാമിയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് അന്ന് വളരെ നല്ല രീതിയിൽ നിയർലി ഒരു 15% വരികയുണ്ട്. ഇമാമിയുടെ ചാർട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു 615 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇമാമി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ബ്രേക്കൗട്ടോടുകൂടി വരും ദിവസങ്ങളിൽ ഒരു അപ്വേഡ് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഇമാമി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ വളരെ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് നടത്തുകയും ആ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് KNR കൺസ്ട്രക്ഷൻസ് എന്നുള്ള കമ്പനി. ഈ കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ഒരു 12% മൂവ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം KNR കൺസ്ട്രക്ഷൻസും വരും ദിവസങ്ങളിൽ ഇനിയും ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ബിക്കാജി ഫുഡ് എന്നുള്ള സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു 852 ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബിഗാജി ഫുഡും വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 ഷിപ്പിംഗ് കമ്പനികൾ വരും ദിവസങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. 3 സ്റ്റോക്കുകളും ഓൾറെഡി കുറേയധികം റണ്ണപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ വീണ്ടും ഈ സ്റ്റോക്കുകൾ ഇനിയും മൂവപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതിൽ ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്കറിയാം 250 ലെവലിൽ നിന്നും 2000 മുകളിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 702%-ലധികം വിത്തിൻ 1.5 ഇയേഴ്സ് മൂവ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് നമുക്കറിയാം. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് മെസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ള കമ്പനി. ഈ കമ്പനിയും 750 ലെവലിൽ നിന്നും 3235 ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതായത് ഒരു 250%-ലധികം 1 ഇയറിൽ മൂവ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനിയും നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും അപ്വേർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കമ്പനി കൂടിയാണ്. മറ്റൊരു കമ്പനി GRSC എന്നുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള കമ്പനി 470 ലെവലിൽ നിന്നും 1467 ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അതായത് ഒരു 212% മൂവ്മെൻറ്റാണ് നമുക്ക് GRSCയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്കുകൾ ഈ 3 ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസും ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനികളാണ്. ഈ ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനികൾ ഇത്രയധികം റിട്ടേൺ നൽകുന്നത് സാധാരണമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ 3 കമ്പനികളും വളരെ നല്ല റിട്ടേൺ നൽകുകയും ഇനിയും ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ വീണ്ടും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യുകയും അല്ലെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ റെക്കമെൻഡേഷൻ ഞങ്ങൾ ഏപ്രിൽ മന്തിലാണ് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ആയിട്ടുള്ള 22 എന്നുള്ള ഡയമണ്ട് പിക്ക് 22 ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റോക്ക് ഇപ്പോഴും ബൈയിങ് റേഞ്ചിൽ തന്നെയുണ്ട്. ഡയമണ്ട് പിക്ക് 22 ഇനിയും അടുത്ത ദിവസങ്ങളിൽ ബജറ്റോട് കൂടിയൊക്കെ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയമണ്ട് പിക്ക് 22 ഇനിയും സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് കഴിഞ്ഞ മെയ് മന്തിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഒന്ന് CI ഇന്ത്യയാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിലൊരു 475 നിന്ന് 540ലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് CI ഇന്ത്യയിൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ സുദർശൻ കെമിക്കൽസ് 680 ലെവലിൽ നിന്നും 890 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റ് ഞങ്ങൾക്ക്
സുദർശൻ കെമിക്കൽസിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ PPL ഫാർമ എന്നുള്ള സ്റ്റോക്ക് 145 ലെവലിൽ നിന്ന് 165 മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചൊരു കമ്പനിയാണ്. അതുപോലെ RVNL എന്നുള്ള സ്റ്റോക്ക് 268 നിന്നും 335 മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ച കമ്പനിയാണ്. അതുപോലെ ഞങ്ങൾക്കൊരു അശോക് ലൈലൻഡ് എന്നുള്ള സ്റ്റോക്ക് 185 ലെവലിൽ നിന്നും 210 ലെവൽ വരെ മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഏജിസ് ലോജിസ്റ്റിക്സ് 500 ലെവലിൽ നിന്നും 625 മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചൊരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് റെയിൽടെല്ലാണ്. റെയിൽടെൽ ഞങ്ങൾ 360 ലെവലിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്ത് 410 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ZF കൊമേഴ്സ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ് 32% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഫിനോലെക്സ് കേബിൾസ് 25% ഉയർന്നും. KNR കൺസ്ട്രക്ഷൻസ് 15% ഉയർന്നും. ഗ്ലെൻമാർക്ക് ഫാർമ 13% ഉയർന്നും. ഇമാമി ലിമിറ്റഡ് 13% ഉയർന്നും. ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് 12% ഉയർന്നും. ജുപ്പിറ്റർ വാഗൺ 12% ഉയർന്നും. ഏജിസ് ലോജിസ്റ്റിക്സ് 12% ഉയർന്നും. ജിൻഡാൽ സ്റ്റെയിൻലെസ് 11% ഉയർന്നും. ഭാരത് ഡൈനാമിക്സ് 10% ഉയർന്നും. ആസ്ട്രസെനിക്ക 10% ഉയർന്നും. ബിക്കാജി ഫുഡ്സ് 9% ഉയർന്നും. സംവർദ്ധന മദേഴ്സൺ ഇൻ്റർനാഷണൽ 9% ഉയർന്നും. JBM ഓട്ടോ 9% ഉയർന്നും. അതുപോലെ അഡാനി ടോട്ടൽ ഗ്യാസ് 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7,754.4 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,935.2 ക്രോർസിൻ്റെ ഹെവി ആയിട്ടുള്ള ബയേഴ്സും ആയിരുന്നു. അടുത്തതായി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ 24th മെയ്യിന് ക്ലോസ് ചെയ്തിരുന്നത് 22,597 27th മെയ്യിൽ നിഫ്റ്റി 24 പോയിൻറ്റ്സ് താഴ്ന്നും. 20th മെയ്യിൽ 44 പോയിൻറ്റ്സ് താഴ്ന്നും. 29th മെയ്യിൽ 183 പോയിൻറ്റ്സ് താഴ്ന്നും. അതുപോലെ 30th മെയ്യിൽ 126 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. 31st മെയ്യിൽ പക്ഷേ നിഫ്റ്റി 42 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്തത് 22,530 കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി എന്തായാലും 426 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം മെയ് മന്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 74 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ മേജർ DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 21,064 100 DMA വരുന്നത് 22,153 50 DMA വരുന്നത് 22,396 20 DMA വരുന്നത് 22,477 അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 22,686 അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുക 22,955 23,379 23,649 24,433 24,742 24,750 എന്നീ ലെവൽസാണ്. അതേസമയം 22,686 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 22,487 22,261 21,992 21,864 21,477 21,197 20,469 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു ആഴ്ച ആയതുകൊണ്ട് നമ്മളൊരു വലിയൊരു റാലി ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ടാർഗറ്റ് 24,742 വരെയുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മളതിൽ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിസൾട്ട് അനുബന്ധിച്ച് മാർക്കറ്റിലൊരു ഹെവി ആയിട്ടുള്ളൊരു പുൾ ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ലെവൽസ് ലഭിക്കുക 21,477 ലെവലിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നിഫ്റ്റിയുടെ വീക്കിലി ആയിട്ടുള്ള റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ റേഞ്ചായിട്ട് ഫിക്സ് ചെയ്യാവുന്നത് ഈ 24,742 അതുപോലെ ലോവർ റേഞ്ചായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുക 21,477 അതുപോലെ തന്നെ പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 22,686 ആയിരിക്കും. അടുത്തായി നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം.
നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NLC ഇന്ത്യ ആണ്. NLC ഇന്ത്യ 235 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് NLC ഇന്ത്യക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ 260 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് NLC ഇന്ത്യ ആണ്. അതുപോലെ നമ്മുടെ AAA ടെക്നിക്കൽ പിക്ക് ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NCC ആണ്. NCC കഴിഞ്ഞ വീക്കിൽ 286 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ലെവലിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ലഭിക്കുകയാണെങ്കിൽ NCCക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് 315 ആണ്. അതുകൊണ്ട് നമ്മുടെ AAA ടെക്നിക്കൽ പിക്ക് NCC ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ RVNL, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഇമാമി, ജുപ്പിറ്റർ വാഗൺ, അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ നമ്മുടെ അടുത്ത ആഴ്ചയിലെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.